ഹായ് ഓൾ. അപ്പം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അല്ലേ. അതിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് ആർ ദി ലൈവ്ലി എലമെൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ലൈവ്ലി എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് സിംപ്ലി പറയുകയാണെങ്കിൽ പീപ്പിൾ ആർ ദി ലൈവ്ലി എലമെൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ മോഡേൺ ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ലൈവ്ലി എലമെൻറ്റ്സ് അത് പോസിബിൾ ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെക്നോളജിക്കലായാലും ഫൈനാൻഷ്യൽ, ഫിസിക്കൽ ആൻഡ് അതർ റിസോഴ്സസ് ഒക്കെ അല്ലേ, ഇതേപോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സസിനെ ഹൗ ടു ഹാൻഡിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളത്. ഓക്കെ, എങ്ങനെ അവരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് സിംപ്ലി പറയുകയാണെങ്കിൽ ഇൻ ദ സെൻസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ആക്ച്വലി പീപ്പിൾ ആർ ദി മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഡിസഗ്രി ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ അറിയാം എന്താ വേറെ എന്ത് ഫങ്ഷൻ ആയാലും നമുക്കത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ പീപ്പിൾ എന്ന് പറയുന്ന എന്താ സ്റ്റാഫിനെ, കമ്പനിയിലെ സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ അത് പക്ഷേ ഒരു കമ്പനിയിലെ ഓണർക്ക് അത് സാധിക്കുമോ? ഇല്ല. കാരണം ഓണർ സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും റിസർച്ച് നടക്കില്ല അല്ലേ. കാരണം റിസർച്ച് നടന്നാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കോമ്പറ്റേഴ്സിൻ്റെ പിടിച്ച് നിൽക്കണ്ടേ. അതിന് എന്ത് വേണം? കമ്പനി എപ്പോഴും ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ, ഈ ലോകത്ത് നമുക്ക് കമ്പനിക്ക് റൺ ചെയ്യണം അല്ലെങ്കിൽ കമ്പനിക്ക് ട്രെൻഡിനോടൊപ്പം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നറിയണം. അതിനൊക്കെ കമ്പനി പഠിക്കണം. അപ്പം അവർക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ കമ്പനിയിലെ പ്രശ്നങ്ങൾ എപ്പോഴും പരിഹരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ഓക്കെ, കാരണം മുന്നോട്ട് പോകുന്ന തോറും കമ്പനിയിൽ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഹെക്ടിക് ടാസ്ക്കാണ്. സോ എങ്ങനെയാണ് കമ്പനിയിലെ സ്റ്റാഫിനെ മാനേജ് ചെയ്യേണ്ടത്, അവരുടെ പെർഫോമൻസിന് എങ്ങനെ റിവാർഡ് ചെയ്യണം, എങ്ങനെയാണ് അവരുടെ കീ കോമ്പിറ്റൻസീസ് ഡെവലപ്പ് ചെയ്യേണ്ടത്, മീൻസ് അവരുടെ കഴിവുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ സാധിക്കുന്ന കാര്യമാണ്. സോ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ അവരുടെ പെർഫോമൻസ് ഒരു നല്ലൊരു എക്സ്പേർട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സെക്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്.